നേമവും കഴക്കൂട്ടവും ചാത്തന്നൂരും BJP ജയിച്ചു വന്നിരിക്കുന്നു. ഈ 3 മണ്ഡലങ്ങളിലും കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ്. UDF 3-ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. അവിടെ നിയമത്തിൻ്റെ കാര്യത്തിൽ 2021 കിട്ടിയ വോട്ട് ഈ മഹാതരംഗം UDF അനുകൂലമായി ഉയർന്നു വന്നപ്പോൾ എന്തേ 2026 കിട്ടാതിരുന്നത് എന്നതും പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവരോടൊക്കെ ഒന്ന് ചോദിച്ച് നോക്കണം. ഈ കണക്ക് തരുന്ന സമയത്ത് അങ്ങ് നിയമത്തെ ഒരു കണക്ക് പറഞ്ഞു. നിങ്ങൾ 3-ാം സ്ഥാനത്ത് പോയി 3 എടുത്തു. നിങ്ങൾ നിയമത്ത് നിങ്ങളുടെ വോട്ട് കുറഞ്ഞു നോക്കി ഇല്ലേ? നിയമത്ത് ഞങ്ങളുടെ മാത്രമാണ് വോട്ട് കുറഞ്ഞത്. LDF വോട്ട് കുറഞ്ഞിട്ടുണ്ട്. പരിശോധിച്ചോ? LDF വോട്ട് പരിശോധിച്ചിട്ടുണ്ട്. ഇനി ഇത് പറഞ്ഞപ്പോ അങ്ങയുടെ ഉപദേശകരെ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താത്തൊരു കാര്യം കൂടി പറയാം. ചാത്തന്നൂര് ഞങ്ങൾക്ക് വോട്ട് കൂടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് 1000-ഓളം വോട്ട് കൂടിയപ്പോൾ നിങ്ങളുടെ LDFന്റെ 11,771 താഴോട്ട് പോയി. അപ്പൊ നിയമത്തെ കാര്യം മാത്രം പറഞ്ഞാൽ പോരല്ലോ, ചാത്തന്നൂരിന്റെ കാര്യം പറയണ്ടേ? കഴക്കൂട്ടത്ത് UDF 4,188 കൂടുതൽ മേടിച്ചു. നിങ്ങളുടെ വോട്ട് എത്ര പോയെന്നറിയാമോ? 17,556. എന്നിട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കഴക്കൂട്ടത്ത് നിങ്ങളുടെ വോട്ട് കുറഞ്ഞെന്ന് പറഞ്ഞു. കഴക്കൂട്ടത്ത് നമ്മൾ 2 പേരെ കുറച്ചു. മനസ്സിലായേ? പിന്നെ അല്ല നിയമത്ത് കഴക്കൂട്ടത്ത് ഞങ്ങൾക്ക് 2 ഞങ്ങളുടെ വോട്ട് കൂടി. ചാത്തന്നൂരും കൂടി, കഴക്കൂട്ടത്ത് നമ്മുടെ കൂടി ഭയങ്കരമായിട്ട്. കഴക്കൂട്ടത്ത് നിങ്ങളുടെ വോട്ട് 17,554, ചാത്തന്നൂര് 11,771 പോയി. അപ്പൊ അങ്ങ് ഇവിടെ പറഞ്ഞ വാദഗതി കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് ജയിപ്പിച്ചാണ് അവരെ 3 പേരെ. കറക്റ്റാണ്, അതാണല്ലോ പറഞ്ഞത്. അങ്ങ് ഉദ്ദേശിച്ചാണല്ലോ ഞങ്ങൾ 3-ാം സ്ഥാനത്ത് പോയിട്ട് ഇവരെ, ഞങ്ങൾ അന്ന് 3-ാം സ്ഥാനത്താണ് കഴിഞ്ഞ പ്രാവശ്യം, ഇവരെ സഹായിപ്പിച്ച. അങ്ങ് പറഞ്ഞ ആർഗ്യുമെന്റ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങളാണ് സിൽവർ പ്ലാറ്റർ ഒരു വെള്ളിത്താളത്തിലാക്കി നിങ്ങളുടെ നേതാക്കന്മാർ പ്രതിനിധാനം ചെയ്തിരുന്ന സീറ്റുകൾ BJPക്ക് സമ്മാനിച്ചു. ആണ് അങ്ങ് പറഞ്ഞ ആർഗ്യുമെന്റ് ശരിയാണെങ്കിൽ അതാണ് നിങ്ങളാണ് കൊടുത്തത്. അതിനെയാണ് ഞങ്ങൾ ഡീലാണ് എന്ന് പറഞ്ഞത്.